ഹലോ, ഒരു വിഷയം പറയട്ടെ. നമ്മൾ സ്വാഭാവികമായ സൗഹൃദ ബന്ധങ്ങളാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും സാമൂഹ്യ ബന്ധങ്ങളാണെങ്കിലും സ്വാഭാവികമായ ഇടപെടലുകൾക്ക് അതിപ്രസക്തമായ പങ്കുണ്ട്. അല്ല എങ്കിൽ വെറുതെ ഒരു അഭിനയം കലർത്തി ഏതൊരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഉണ്ടാകുന്ന അപാകതകൾ ആ ബന്ധങ്ങളുടെ ദൃഢതയെ ഗാഢമായിട്ട് ബാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലുള്ളത് മുഖത്തുള്ളത് വാക്കിലും പ്രകടിപ്പിക്കുന്ന രീതിയിൽ സത്യസന്ധമായ സൗമ്യമായ തുറന്നു പറച്ചിലുകൾ ജീവിതത്തിലുടനീളം സുന്ദരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സഹായിക്കും എന്ന തർക്കമില്ലാത്ത വസ്തുത നിങ്ങളോട് വെറുതെ ഷെയർ ചെയ്യുക. അതാണ് ഉദ്ദേശം. ഇപ്പോൾ നമുക്ക് ഓരോ വ്യക്തികളോടും അല്ലെങ്കിൽ സമൂഹത്തോട്, കുടുംബത്തോട്, ബന്ധങ്ങളോട് ആകസ്മികമായി ഉണ്ടാകുന്ന ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഒരു ഉൾപ്രേരണയാൽ പ്രചോദിതമായിട്ട് തോന്നുന്ന ഒരു നിലനിർത്തണം എന്ന് തോന്നുന്ന ചോദനയും എല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷേ അതിലുടനീളം യുക്തിഭദ്രമായ നീക്കങ്ങൾ, സത്യസന്ധമായ കരുതലോടുകൂടെയുള്ള സ്നേഹസമുശ്രണമായ പെരുമാറ്റ രീതികൾ, അതെല്ലാം ഒരുപാട് നമ്മളെ സഹായിക്കുമെന്നുള്ളത് ശുഭോദർക്കമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ദീർഘകാലത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ എല്ലാം വേണമോ എങ്കിൽ സുസ്ഥിരമായ സുമേരത്തോടുകൂടെ, നല്ല മന്ദഹാസത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ, നല്ല ചിന്തകളോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഉള്ള പെരുമാറ്റങ്ങൾ ശീലിക്കുക. ഇതെന്താണ് പറയുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ സ്വീകരിക്കുന്ന അതിരുകളില്ലാത്ത പറഞ്ഞു വയ്ക്കലുകൾക്കതീതമായ ആരൊക്കെയോ പ്രവചിച്ചു വെച്ച ചട്ടക്കൂടുകൾക്ക് പുറത്തു നിന്ന് ഞാൻ സ്വീകരിക്കുന്ന ചില നിലപാടുകളെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക, സത്യസന്ധവും ഉൾക്കരുത്തുള്ളതുമായ പെരുമാറ്റത്തിലൂടെ സ്വാഭാവികമായി ജനഹൃദയങ്ങളിൽ ബന്ധങ്ങൾക്കിടയിൽ സ്ഥാനം പിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഈ വിഷയമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. 100% വിജയമാവും. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.